അക്കൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ട്രേഡേഴ്സും ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് വന്നു 23-ാം തീയതി. അപ്പോൾ അതും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ട്രേഡേഴ്സിന് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇൻകം ടാക്സ് സ്ലാബിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7.25 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് വന്നാൽ സാലറിഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് ടാക്സ് വരുന്നുണ്ടെങ്കിൽ 75,000 രൂപ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടും ബാക്കി നിങ്ങൾക്ക് ടാക്സിൽ ആ ഒരു ATC ഡിഡക്ഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് വരുന്നില്ല. അപ്പോൾ ആ ഒരു ലെവൽ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ട്രേഡേഴ്സിന് എങ്ങനെയാണ് ഈ ഒരു യൂണിയൻ ബഡ്ജറ്റ് എഫക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് നമ്മൾ ഇൻട്രാഡേ അല്ലെങ്കിൽ സ്വിങ് അങ്ങനെയുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഒരു വർഷത്തിന് താഴെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ആ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അതിന് ടാക്സ് 15% ആയിരുന്നു, അത് 20% ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതായത് 15% എന്നുള്ളത് 20% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ആ ഒരു FNOയിലും അതുപോലെയുള്ള ആ ഒരു സ്വിംഗ് ട്രേഡിലും ഇതിലെല്ലാം അധികമുള്ള ഒരു കടന്നുകയറ്റം ആളുകളുടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് കൂട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പേര് അത് ലോസ് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ ആ ഒരു ഇൻവേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് കൂട്ടിയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അതായത് നമ്മൾ ഫ്യൂച്ചർ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ STT എന്ന് വന്നിട്ട് ബ്രോക്കറേജിൻ്റെ ഒപ്പം തന്നെ ഒരു അതർ ചാർജസിൽ ഈ ഒരു ടാക്സ് ഉണ്ടായിരിക്കും. അത് 0.01 എന്നുള്ളത് 0.02% ആക്കിയിട്ടുണ്ട്. അതായത് 0.01% കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന വ്യത്യാസം. പിന്നെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുക്കുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു വർഷത്തിന് മേലെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടാണ് നിങ്ങൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് ബോണ്ട് എന്തായാലും ആ ഒരു വർഷത്തിന് മേലെ എടുത്തിട്ടാണ് നിങ്ങൾ വിൽക്കുന്നെങ്കിൽ അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ഈ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിന് മേലെ നിങ്ങൾ ഷെയർ ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്. അത് നമുക്ക് ഈ പറയുന്ന പോലെ അതിന് 1 ലക്ഷം രൂപയായിരുന്നു, സോറി ഇത് തെറ്റിയതാണ്, 1,25,000 വരെയാണ് കൂട്ടിയിട്ടുള്ളത്. അത് മിസ്റ്റേക്ക് വന്നത്, സോറി. അതായത് 1 ലക്ഷം വരെ ആയിരുന്നു നമുക്ക് അതിൽ എക്സംഷൻ ഉള്ളത്, അതായത് 1 ലക്ഷം വരെ പ്രോഫിറ്റ് ഉള്ളത് നമ്മൾ മീൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ അത് 1 ലക്ഷം എന്നുള്ളത് 1,25,000 വരെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിമിൽ വരുന്ന ടാക്സ് 10% ഉള്ളത് 12.5% ആക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ട്രേഡേഴ്സിന് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ടാക്സുകളെല്ലാം കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രേഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കരുതലിടാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഈ ഒരു ടാക്സ് ഒക്കെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഇതിൽ വന്നിരിക്കുന്ന ടാക്സിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിന് ശേഷം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ മാസം ലാസ്റ്റോടുകൂടി നമുക്ക് ടാക്സ് അടയ്ക്കാനുള്ള ടൈമാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടാക്സ് അതുപോലെ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേഗം തന്നെ അത് നന്നായി യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ഈ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ മെയിനായിട്ട് ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാനൽ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.